ഇന്നത്തെ എൻ്റെ വീഡിയോ ആരും നിസ്സാരമായി കാണരുത്. ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ തേടി പോകുന്ന ആളുകളാണ് പലവരും. എന്നാൽ അതിനുള്ള ഉത്തരം കിട്ടാറില്ല എന്നതാണ് സത്യം. മരണം എന്ന യാഥാർത്ഥ്യം നമ്മളെ പിടികൂടുമെന്ന് അറിഞ്ഞുകൊണ്ടും നമ്മുടെ ജീവിതം നമ്മൾ നയിക്കുന്നത് പല രീതിയിലാണ്. ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ ഞാൻ വളരെയധികം ഹാപ്പി ആയിരിക്കും. കാരണം ആണും പെണ്ണും വ്യത്യാസമില്ലാതെ പല സമയത്തും പല ദേശങ്ങളിൽ നിന്നും നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഈ ഒരു വീഡിയോ കാണുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഫ്രണ്ട്സായിട്ട് നമ്മുടെ ഈ ജീവിതത്തോടുള്ള സമീപനം എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ജീവിതം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുകയാണ്. പല ആളുകളും പല രീതിയിലാണ് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലവർ ജീവിതത്തിൽ സന്തോഷം കൊണ്ട് അവരുടെ ജീവിതം മുഴുവൻ സന്തോഷം മാത്രമായിരിക്കും. യാതൊരു സങ്കടങ്ങളും ഇല്ലാതെ അവർ ജീവിതം ആസ്വദിച്ച് മരിക്കുന്നവരുണ്ട്. ചില ആളുകൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ കഷ്ടപ്പാടുകൾ മാത്രമായി ജീവിക്കുന്നവരുണ്ട്. അവരെ കാണുമ്പോൾ ശരിക്കും നമുക്ക് വല്ലാത്തൊരു വേദനയാണ്. അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല അല്ലേ. ജീവിതത്തിൽ യാതൊരു സന്തോഷവും ഇല്ലാതെ സങ്കടങ്ങൾ മാത്രം നിറഞ്ഞ് ജീവിക്കുമ്പോൾ എന്നാലും അവർക്ക് അവരുടെ ജീവിതത്തോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർ ജീവിക്കുന്നുണ്ട്, അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ആ ജീവിതത്തോട് അവർ കാണിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അവർ ജീവിതത്തോട് നീതി പുലർത്തുന്നുണ്ട്, അവരുടെ ജീവിതം അവർ ആസ്വദിക്കുന്നുണ്ട്, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അവരിൽ കാണുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ജീവിതം അങ്ങനെയാണോ? ജീവിതത്തിൽ ചിലപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ തകർന്നു പോകും, ചിലപ്പോൾ നമ്മൾ വിജയത്തിൻ്റെ അങ്ങേ അറ്റം വരെ എത്തിയിട്ട് ഡും എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോകുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ ജീവിതം നമ്മുടെ കൈകളിലൊന്നുമല്ല. നമ്മൾ വിചാരിക്കുന്ന രീതിയിലേ അല്ല നമ്മുടെ ജീവിതം മാറി മറിയുന്നത്. ജീവിതത്തിൽ പടുകുഴിയിലേക്ക് വീഴുന്നത് മാത്രം മതിയോ? അങ്ങനെയല്ല. നമ്മുടെ സന്തോഷം കാണാൻ സമൂഹം കാത്തിരിക്കുന്നില്ല എന്നതാണ് സത്യം. നമ്മുടെ സന്തോഷം നമ്മുടെ കൈകളിലാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ ദുഃഖങ്ങളെ മാറ്റി നിർത്തി മറ്റുള്ളവരുടെ സന്തോഷത്തിനായി അല്ലാതെ നമ്മുടെ സന്തോഷത്തിനായി വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നു. നമ്മുടെ മുന്നിൽ എല്ലായ്പ്പോഴും നിലകൊള്ളുന്ന ഏറ്റവും ആഴമേറിയ ചോദ്യം ഇതാണ്: ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? എന്തിനു വേണ്ടിയാണ് ജീവിതം? എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇത് ഉത്തരം സുലഭമല്ലാത്ത വലിയ വിഷയമാണ്. എന്നാൽ ഓരോ മനസ്സിനും ഓരോ ദിശയിലേക്കുള്ള ആലോചനയ്ക്ക് തക്കതായ ഒന്നാണ് ജീവിതം എന്നത്. ഒരു യാത്രയാണത്. നിർദ്ദിഷ്ടമായ വഴികളില്ലാത്ത ഒരു നീണ്ട വഴിത്തിരിവ്. അതിൻ്റെ ശരിയായ അർത്ഥം ഓരോരുത്തരും സ്വയം കണ്ടെത്തേണ്ടതും ആസ്വദിക്കേണ്ടതുമാണ്. ചിലർക്ക് ജീവിതം സ്നേഹത്തിനായിരിക്കാം, മറ്റുള്ളവർക്കത് സേവനത്തിനായിരിക്കും, ചിലർക്കത് സ്വപ്നങ്ങൾ നേടാനുള്ള പരിശ്രമമായി തോന്നും. എന്നാൽ ഒറ്റക്കെട്ടായി പറഞ്ഞാൽ ജീവിതം എന്നത് ആത്മാവിൻ്റെ വളർച്ചയ്ക്കും ആന്തരിക സമാധാനത്തിനും വഴിയൊരുക്കുന്ന ഒരവസരമാണ്. ജീവിതം എന്തിനാണെന്ന ചോദ്യത്തിന് ചില തത്വചിന്തകൾ പറയുന്നു: ജീവിതം അനുഭവങ്ങൾ ശേഖരിക്കാൻ, ഇഷ്ടമുള്ളവരെ സ്നേഹിക്കാനും, കഷ്ടതകളിലൂടെ കരുത്തു പിടിക്കാനും, സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മെ കണ്ടെത്താനുമുള്ള അവസരമാണ് എന്നാണ്. നമ്മളെ കൂടാതെ മറ്റുള്ളവർക്കും ഒരു സ്നേഹവും കാരുണ്യവും നൽകാനുള്ള ദൗത്യം കൂടിയാണ് ഈ ജീവിതം. ഒരു പക്ഷേ അതാണ് നമ്മളെ മനുഷ്യരാക്കുന്നതിലെ ഏറ്റവും വലിയ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത് എന്നുള്ളത്. മറ്റുള്ളവരുടെ സന്തോഷം നോക്കി നമുക്കൊരിക്കലും ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത്. സമൂഹം നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതും നമുക്ക് ജീവിതത്തിലേക്കുള്ള ഒരു വലിയ വഴിത്തിരിവായി മാറും എന്നുള്ളതും. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എന്താ രണ്ട് കാര്യം പറയുന്നത് എന്ന്. ആദ്യം ഞാൻ പറഞ്ഞു, നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്, സമൂഹം എന്ത് നോക്കി കാണുന്നു എന്നതല്ല, നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന്. ഇപ്പോൾ ഞാൻ പറയുന്നു, നമ്മുടെ സന്തോഷം എന്നത് നമ്മൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ട ഒന്നല്ല. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരെയും കൂടെ നമ്മൾ ഹാപ്പി ആക്കാൻ നോക്കണം. അതിന് സമൂഹം എന്ത് പറയുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ആഘോഷങ്ങളും ആർഭാടങ്ങളുമല്ല നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യേണ്ടത്. നമ്മളുടെ സ്നേഹത്തിനായി കൊതിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ സഹായിച്ചുകൊണ്ടും അവരെ സ്നേഹിച്ചുകൊണ്ടും നമ്മുടെ സ്നേഹം കിട്ടാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ കുറേ ആളുകളുണ്ടാവും. അവരെ സ്നേഹിച്ചുകൊണ്ടും നമ്മൾ നമ്മളോട് തന്നെ സ്വയം നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം ഇതാണ് എന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന ഈ സമയത്തിൽ കൂടുതൽ സത്യമായി, കൂടുതൽ സ്നേഹത്തോടെ, കൂടുതൽ മനസ്സോടെ ജീവിക്കുകയാണ് ഏറ്റവും നല്ലത്. നമുക്ക് ലഭിച്ച ഓരോ ദിവസവും ഓരോ അവസരങ്ങളാണ്. ഒരു കൊച്ചു പ്രതീക്ഷ നൽകാൻ, ഒരു ദുഃഖം ഇല്ലാതാക്കാൻ, ഒരു നല്ല കർമ്മം ചെയ്യാൻ. ഒടുവിൽ ജീവിതം ഒരു ചോദ്യം മാത്രമല്ല, ഒരുപാട് തേടുന്ന യാത്രയുമാണെന്ന് കണ്ടെത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരിക്കൽ ഒരു ബാലൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു:
ഗുരുവേ, എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്? ഗുരു അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതം സ്വന്തം ആത്മാവിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാനുള്ള യാത്രയാണ്. അതിന് നിർവചനമില്ല. എന്നാൽ നിന്റെ ഉള്ളിലെ ശാന്തിയും സത്യവും കണ്ടെത്തുമ്പോൾ അതിൻ്റെ അർത്ഥം നീ കണ്ടെത്തും. ജീവിതം എന്നത് ഒരു ചോദ്യം മാത്രമായി മാറരുത്, അതിലേക്കുള്ള മറുപടിയാകാനുള്ള ശ്രമവും കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ അവസാനം. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തി കഴിഞ്ഞാൽ ജീവിതം അത്രയധികം ആസ്വാദ്യകരമായിരിക്കും. ജീവിതം ഒരു പാഠശാലയാണ്. ഓരോ അനുഭവങ്ങളും തോൽവികളും വിജയങ്ങളും നമ്മെ വളർത്തുന്നവയാണ്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക. ഈ ഭൂമിയിൽ നീതി കിട്ടാത്തവർക്ക് ദൈവം തീർച്ചയായും അവൻ്റെ സ്വർഗത്തിൽ നിന്നും നല്ലൊരു ജീവിതം നൽകുന്നതായിരിക്കും. അതിനുവേണ്ടി ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന കാലം ജീവിതത്തിൻ്റെ അർത്ഥം തേടുക, നന്നായി ജീവിക്കുക, ദൈവത്തെ മനസ്സിലാക്കുക.